ഹായ് എവ്രിവൺ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും ക്യാബേജും കൊണ്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു തോരനാണ്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ്. എന്നാലും നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ ഓരോ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് എളുപ്പത്തിൽ പരിചയപ്പെടാൻ പറ്റിയ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. നമുക്ക് നോക്കിയാലോ. അപ്പം ഈ ഒരു ക്യാബേജ് തോരന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ക്യാബേജിൻ്റെ പകുതി ഭാഗം, പിന്നെ കാൽ ഭാഗം സവാള, വലിയ സവാള കാൽ ഭാഗം, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ക്യാരറ്റ്, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ പിടി തേങ്ങ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ബൗളിൽ ഇപ്പം നേരത്തെ എടുത്തു വെച്ചിരുന്ന ക്യാബേജ്, സവാള, പച്ചമുളക്, ക്യാരറ്റ് ഇതെല്ലാം കൂടെ നല്ല ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ് ഈ ബൗളിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടെ മിക്സ് ചെയ്ത്, പൊടി ഐറ്റങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല, കൈകൊണ്ട് നല്ലോണം ഞവുടിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. ഓക്കെ, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഓക്കെ, ഉപ്പ് ചേർത്തു. ഇനി ആ തേങ്ങ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാണ്. തേങ്ങ ചേർത്തു. എടുത്ത് വെച്ച് വെളുത്തുള്ളി ഇതിനകത്തിടുകയാണ്. ഇനി ആ കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് അല്പം വെളിച്ചെണ്ണ അവിടെ ഒഴിച്ച്, ഒരല്പം വെളിച്ചെണ്ണ അവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കൈ കൊണ്ടിട്ട്. ഓക്കെ, നമുക്കിനി ഇതൊരു 10 മിനിറ്റോളം നമുക്കിത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഫ്രിഡ്ജിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ പുറത്ത് വയ്ക്കുകയോ ചെയ്യുക. അതിനുശേഷം നമുക്കിത് ചട്ടിയിലാക്കിയിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിട്ടു. ഇനി കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് ഉഴുന്നിടും. ഉഴുന്ന് വേണമെന്നുള്ളവർ ഇട്ടാൽ മതി. ഞാനൊരു അല്പം ഉഴുന്നിട്ടിട്ടുണ്ട്. ഇനി ഒരു വറ്റൽ മുളക്, ഇപ്പോൾ ഉഴുന്നൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മുടെ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു തോരനുള്ള സാധനങ്ങളിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഓക്കെ, നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയാവും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഈ തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.